നമസ്കാരം. നമസ്കാരം. ഇലക്ഷൻ ഇപ്പം നാളെ ഒരു ദിവസം മാത്രമുണ്ട്. ഇന്ന് നിശബ്ദ പ്രചരണമാണ്. ഈ സന്ദർഭത്തിൽ നമുക്ക് ഏത് മുന്നണിയായാലും വേണ്ടില്ല, ആരായാലും വേണ്ടില്ല, തോൽക്കേണ്ടവരും ജയിക്കേണ്ടവരെ പറ്റി നമുക്കൊന്ന് പറഞ്ഞാലെന്താ. അതിൽ ഞാൻ ആദ്യം എടുത്ത് പറയാം മാത്യു കുഴൽനാടനാണ്. മാത്യു കുഴൽനാടനെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ പോലും അദ്ദേഹം അവസാന നിമിഷം വരെ ഇട്ട ബോംബ് ശരിക്കുള്ളൊരു ബോംബാണ്. കേരളത്തിലെ 493 പേരെ കൊന്ന പ്രളയം, അത് മാത്രമല്ല 10 ലക്ഷം ആളുകൾക്ക് വീടും സ്ഥലവും ഒക്കെ നഷ്ടപ്പെട്ട് എവിടേക്കോ താമസിക്കുന്നുണ്ടെന്ന ആ പ്രളയം നിർമ്മിതമാണ് എന്നുള്ളതിൻ്റെ വ്യക്തമായ തെളിവാണ് കെ കൃഷ്ണൻകുട്ടീൻ്റെ ആ ഓഡിയോ സംഭാഷണം പുറത്തുവിട്ടത്. അത് കൃത്യമായിട്ട് ഏറ്റു എന്നാണ് മനസ്സിലായത്. കേരളത്തിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായി മാത്യു കുഴൽനാടനെ വിജയിപ്പിക്കുക മാത്രമല്ല UDF വിജയിപ്പിക്കാനുള്ള ആയുധമാണ് കൊടുത്തത്. ഇന്ന് കുഴൽനാടൻ്റെ വേറൊരു വെളിപ്പെടുത്തൽ വരുന്നുണ്ട്, അതിലും അപകടകരമായ വെളിപ്പെടുത്തൽ വരുന്നുണ്ട്. നമ്മളെല്ലാവരും BJP CPM സഖ്യത്തെപ്പറ്റി പറയുന്നു, പക്ഷെ അത് എത്ര പ്രകടമായിരുന്നു കുഴൽനാടൻ എന്ന് ഈ കേസുമായി ബന്ധപ്പെട്ട് പറയുന്നു, വെളിപ്പെടുത്തുന്നുണ്ട്. അതായത് എനിക്കറിയുന്ന ലാവ്ലിൻ കേസൊക്കെ സുപ്രീം കോടതിയിൽ, ലാവ്ലിൻ കേസ് സുപ്രീം കോടതി 9 വർഷമായി ആരാ പൂഴ്ത്തി വെക്കുന്നത്? കേന്ദ്ര ഗവൺമെന്റ് ആണ്. ഇപ്പം കുഴൽനാടൻ കരിമണൽ കേസിൽ അദ്ദേഹത്തിനെതിരെ BJPയും കോൺഗ്രസും കൂടെ CPM കൂടെ ഒറ്റക്കെട്ടായിട്ടാണ് അത് തകർക്കാൻ വേണ്ടി ശ്രമിച്ചതെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. അല്ലാതെ ഇന്ന് പുതിയ വെളിപ്പെടുത്തൽ വന്നിരിക്കുന്നു. എന്തായാലും കൃഷ്ണൻകുട്ടിന്റെ വെളിപ്പെടുത്തൽ കേരളത്തെ 493 വരെ കൊന്നതിന്റെ കൃത്യമായ രേഖയാണ്. അവിടെ കൊണ്ടും തീരുന്നില്ല. ഇന്ന് സുരേഷ് ഗോപി പറഞ്ഞിരിക്കുന്നത്, മെയിനായിട്ട് പറഞ്ഞിരിക്കുന്നത്, ഈ വിഷയം കൃത്യമായി സുരേഷ് ഗോപി അറിയിച്ചിരിക്കുന്നു. കുഴൽനാടൻ സുരേഷ് ഗോപിയോട് പറഞ്ഞ് ഇങ്ങനെ പ്രശ്നമുണ്ട്. അപ്പോൾ ഉടനെ തന്നെ ലെറ്റർ കൊടുത്തിട്ടുണ്ട്, കേന്ദ്ര ഗവൺമെൻറ് ലെറ്റർ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ വെള്ളപ്പൊക്കാടി നേരത്തെ ഇത്തവണ മഴ നേരത്തെ ഉണ്ടാകും, അവിടെ വെള്ളം നേരത്തെ തുറന്നു വിട്ട് പ്രിക്കോഷൻ എടുക്കണം എന്ന് സുരേഷ് ഗോപി അറിയിച്ചതായിട്ട് പറയുന്നുണ്ട്. പക്ഷെ ചെയ്തിട്ട് സുരേഷ് ഗോപി അത്യാവശ്യം വേണ്ടിയിട്ടില്ല. എന്തായാലും നമുക്ക് കുഴൽനാടൻ നിയമസഭയിൽ പിണറായി വിജയനെ നേരിട്ട് ഫൈറ്റ് ചെയ്യുന്ന ഒരാളാണ്. അദ്ദേഹത്തെ പോലെ കണക്കുദ്ധരിച്ച് കൃത്യമായി ഫൈറ്റ് ചെയ്യുന്ന മറ്റൊരാളില്ല. അദ്ദേഹം അഡ്വക്കേറ്റ് കൂടിയാണ്, സുപ്രീം കോടതി അഡ്വക്കേറ്റ്. അദ്ദേഹം വിജയിക്കേണ്ടത് ഒന്നാമതായി നമുക്ക് എടുക്കാം. രണ്ടാമതായിട്ട് നമുക്ക് തോൽക്കേണ്ട ഒരാളെ പേര് പറയും. ഞാൻ പറയുന്നത് ടോണി ചമ്മണി, ഒരു കോൺഗ്രസ്സുകാരൻ. എറണാകുളം കൊച്ചി കോർപ്പറേഷൻ മേയറൊക്കെ ആയിരുന്നു. ആ സമയത്ത് എൻ്റെ കയ്യിൽ രേഖയുള്ള സാധനമാണ് നമ്മുടെ റിലയൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേബിളുമായി ബന്ധപ്പെട്ട വൻ അഴിമതി. പിന്നെ അദ്ദേഹത്തിൻ്റെ അവിടുന്ന് ഒരാൾ മാറിപ്പോയ ഒരാൾ പേരെന്തായിരുന്നു, KN ഉണ്ണികൃഷ്ണൻ മാറാൻ കാരണം നമ്മളെ ഷൈൻ അവിടെ നിന്ന് മാറി എന്ന് പറയുന്നത് ശരിയാകില്ല, അവിടുന്ന് ഓടിച്ചു വിട്ട ജനങ്ങൾ ഓടിച്ചു വിട്ട. അവിടെ നിർത്തണ്ടെന്ന് CPM വൈപ്പിൻ പറഞ്ഞ ആൾക്കാര് കൊണ്ടിട്ടത് എവിടെയാ? തൃപ്പൂണിത്തുറയില്ല. അപ്പൊ രണ്ടുപേരെ നമുക്ക് ഒരുമിച്ച് അവിടെ കൊണ്ടുവിട്ടതിനും ബന്ധമുണ്ട്. സ്വരാജിന്റെ പകരമാണ് അവിടെ ഉണ്ണികൃഷ്ണൻ വന്നിരിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പകരം ചമ്മണി. അതല്ല, ചമ്മണി എന്ന് പറയുന്നത് സ്വന്തം ഭാര്യ അടക്കം അദ്ദേഹത്തിന്റെ കയ്യിലിരിപ്പുണ്ട്, നല്ല കഴിവുകളുണ്ട്. ഇയാളെ സൗഭാഗ്യപരമായ ഭാര്യയ്ക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്തത് കൊണ്ട് ഭാര്യ ഇട്ടേച്ച് പോയി. അങ്ങനെയുള്ള ആളാണ് വൈപ്പിൽ പോയി മത്സരിക്കുന്നത്. അദ്ദേഹം അഹങ്കാരത്തിന് കയ്യും കാലം വെച്ച 3 സീറ്റിനും പ്രത്യേകമുണ്ട്. സ്വരാജിന് എൻ്റെ അനുഭവ പാഠം ഉണ്ണികൃഷ്ണൻ അവിടെ നിന്നൊരാള്. ഇത് വൈപ്പിൻ ജനങ്ങൾക്ക് ഇത്രയും മോശപ്പക്കാരായ ആൾക്കാരാണ്. ഷൈൻ ആൻഡ് ഉണ്ണികൃഷ്ണൻ വിവാദം നമ്മൾ എന്താണെന്ന് പറയുന്നില്ല. ഷൈൻ പറഞ്ഞാണ് ജനം അറിയുന്നത്. അതെ, ഷൈൻ പറഞ്ഞിട്ടാണ്, പരാതി കൊടുത്തിട്ടാണ് ഷൈനാണെന്ന് ലോകം അറിയുന്നത്. അവരൊരു പ്രസ്ഥാനം പറയും, ഇഷ്ടമുള്ളവരോടൊപ്പം ലൈംഗിക ബന്ധം പുലർത്താൻ ഓരോരുത്തർക്ക് അവകാശമുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മളതിനെ ഞെട്ടിപ്പോയി. ഗണേശൻ ഞെട്ടിപ്പോയി. 5000 പേരായിട്ട് പ്രണയം ഉണ്ടെന്ന് പറഞ്ഞാൽ ഗണേശൻ പോലും ഇവരുടെ വർത്തമാനം കണ്ടപ്പോൾ ഞെട്ടിപ്പോയി. അങ്ങനെ അതിലുള്ള ഒരു വിവാദ നായകനാണ് അദ്ദേഹം. അതിന് കുഴപ്പത്തിന് പോയി എനിക്കറിയില്ല. പക്ഷെ അദ്ദേഹം വൈപ്പിലെ ജനങ്ങൾ എന്തായാലും ഇവിടെ നിർത്തേണ്ടാറുണ്ട്. ആ പാപഭാരം ഏറ്റെടുക്കേണ്ട ആരാണ്? ഈ തൃപ്പൂണിത്തുറയിലെ CPM പ്രവർത്തകരാണ്. അതിനേക്കാൾ കൂടുതൽ കേരളത്തിലെ പല നിയോജകമണ്ഡലങ്ങളിലും LDFിലോട്ട് എല്ലായിടത്തും ഉണ്ട്. എന്നാൽ പോലും സമുദായങ്ങൾ അവരിൽപ്പെട്ടവർക്ക് സീറ്റ് കൊടുക്കണം എന്നുള്ള വാശിക്ക് മേടിക്കുന്ന കുറേ സീറ്റുണ്ട്. ഇപ്പോൾ അബിൻവർക്ക് എവിടെയെങ്കിലും കിട്ടാൻ പറ്റും. അബിൻവർക്ക് എവിടെ മത്സരിച്ചിരുന്നാലും ജയിച്ചാൽ എവിടെ കിട്ടാൻ അതിന് വരെ ആ സമുദായത്തിൻ്റെ എല്ലാം കണക്കൂട്ടി ഇവർ രാശി വെച്ച് ആറന്മുളയ്ക്ക് വിട്ടിരിക്കുകയാണ്. എന്തായാലും ആറന്മുളയിൽ അദ്ദേഹം ജയിക്കും. അത് വന്നപ്പോൾ തന്നെ ആ സമുദായിക പരിഗണന വെച്ച് കണക്കാക്കേണ്ട ആളല്ല അബിൻവർക്ക്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു തോൽക്കണ്ടയിൽ ഫസ്റ്റ് വീണ ജോർജ് ആണെന്ന് പറഞ്ഞിരുന്നു. അതിന്റെ വിജയിക്കേണ്ട ആള് കൂടി നമ്മൾ പറയാനുള്ളൂ. അബിൻവർക്ക് അവിടെ വിജയിക്കണം. എറണാകുളത്ത് ജയിപ്പിക്കണമായിരുന്നു. അതെ, ഒരൊറ്റ പത്രസമ്മേളനം, കാരണം അത് പ്രത്യേകതയാണ്. ഒരൊറ്റ പത്രസമ്മേളനം കൊണ്ട് വീണ ജോർജിനെ വെള്ളത്തിലിട്ട് മുക്കി ശ്വാസം മുട്ടിച്ച് കൊല്ലില്ലേ,
അതാണ് അവിടെ നടത്തിയത്. അതുപോലെ ഒറ്റ പത്രസമ്മേളനം കൊണ്ട് സംവാദം കൊണ്ട് രക്ഷപ്പെട്ട നേതാവാണ് വി ഡി സതീശൻ. ലോട്ടറി കേസ് ഐസക്കുമായിട്ടുള്ള സംവാദം കേരളം മുഴുവൻ സതീശൻ ഒരു മാസ്റ്റർ പീസ് സംഭവം. മാസ്റ്റർപീസായി. നമ്മളെ ആർക്ക് എന്തായാലും അങ്ങനെ ഒരു സംഭവം വി ഡി സതീശൻ ഒറ്റയ്ക്ക് ഉണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നും നോക്കണ്ട. അതൊരു കൊടുങ്കാറ്റാണ്. കണക്കുദ്ധരിച്ച് കൃത്യമായ കാര്യങ്ങൾ പറഞ്ഞ് അടിക്കേണ്ടവരെ മർമ്മത്തടിക്കുന്ന ആ കഴിവ് നമ്മൾ സമ്മതിച്ചു. അപ്പോൾ നമ്മൾ അടുത്തത് ജയിക്കേണ്ട ഒരാളെ പറ്റി പറയുമ്പോൾ നമ്മളെ CR മഹേഷിനെ പറ്റി നമുക്ക് പറയാം. ആദ്യം പറയേണ്ടത് CR മഹേഷിൻ്റെ പേരായിരുന്നു. കാരണം മറ്റ് താരപ്പൊലിമയില്ലാതെ ആർഭാടങ്ങളില്ലാതെ ഇപ്പോൾ അദ്ദേഹം ചാണ്ടിയുമനൊക്കെ സൈക്കിളിൽ പ്രചരണം നടത്തുന്നതൊക്കെ വലിയ വാർത്തയാണ്. അതിനേക്കാൾ ലാളിത്യത്തോടെ അവിടെ പ്രവർത്തിച്ച് വളർന്ന് വിഭവങ്ങളില്ല, സഹായിക്കാൻ വലിയ സമ്പന്ന ശക്തികളില്ല, നേതാക്കന്മാരില്ല. കാരണം ഇപ്പം ജയിച്ചാലും ആദ്യത്തെ തോൽവിയെ പറ്റി തന്നെ കഥയുണ്ട്. തോൽപ്പിച്ചാന്ന് കോൺഗ്രസ്സുകാരനെ തോൽപ്പിച്ചാന്ന് പറയുന്നുണ്ട്. കോൺഗ്രസിൻ്റെ ഒരു പ്രമുഖ മുഖ്യമന്ത്രിയൊക്കെ ആകാൻ നടക്കുന്ന ഒരു നേതാവിൻ്റെ പിന്നെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് വേറെ വശം. അപ്പം കരുനാഗപ്പള്ളി ഇടതുപക്ഷ പശ്ചാത്തലമുള്ള ഒരു നിയോജകമണ്ഡലത്തിൽ നിന്നും പോരാടി ജയിച്ചു വന്നവനാണ് മഹേഷ്. മറ്റവർക്കൊക്കെ അനുകൂല സാഹചര്യങ്ങൾ. CPIയുടെ കോട്ടയായിരുന്നു. രമേശ് ചെന്നിത്തല ഹൈപ്പാട് ജയിക്കുന്ന താരപ്രഭയുണ്ട് അവിടെ. ഇദ്ദേഹത്തിനതൊന്നുമില്ല, വെറും സാധാരണ മനുഷ്യൻ. ആ താരപ്രഭ ബാക്കി നമുക്ക് സമുദായത്തിൻ്റെ പേര് പറയാൻ പറ്റും. പലരും സമുദായത്തിൻ്റെ നിർബന്ധമായിട്ട് അയാൾ മഹേഷ് എത്തേണ്ടത് തന്നെയാണ്. ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരാളാണ്. ഇനി തോൽക്കേണ്ട ഒരു മഹാനായ ഒരാളുണ്ട്, രാജേഷ്. നമ്മുടെ തൃത്താലയിൽ പോയി താങ്കളാരും കുടിക്കില്ല, ഞങ്ങളുടെ വെള്ളം കൂടി കുട്ടിക്കണം. സുലഭമായി രാജേഷിനെ തോൽപ്പിച്ച് അതായത് കേരളത്തിലെ എല്ലാ ഗ്രാമങ്ങളിലുള്ള വാർഡുകൾ തോറും പട്ടച്ചാരായത്തിന് പകരം അസൽ ചാരായം കൊടുക്കുന്ന ആളാണ് നമ്മളെ രാജേഷ്. അതിൻ്റെ കാര്യത്തിൽ ബ്രൂവറി വിഷയത്തിൽ അതിൽ പ്രശ്നം പറ്റിയത് പാലക്കാടൻ പന എന്നുള്ള കാറ്റടിച്ചടിച്ചടിച്ച് സ്വയം ഒരു മത്ത് പിടിക്കും. പിന്നെ ഇത് കഴിക്കാതിരിക്കാൻ പറ്റാത്ത അവസ്ഥ വരും. എലപ്പള്ളിയിൽ ബ്രൂവറി വിഷയത്തിൽ അവിടെ വെള്ളം കിട്ടാത്ത സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ഈ കമ്പനിക്ക് അനുമതി കൊടുക്കുക. അതിൽ കൂടെ കോടികളാണ് വാട വാങ്ങിയത്. നെഗറ്റീവായിട്ട് രാജേഷ് തോക്കണം എന്ന് പറയുന്നതിനേക്കാൾ കുറെ ശക്തമായി VT ബലറാം അവിടെ വിജയിക്കണമെന്ന് പോസിറ്റീവായിട്ട്. കാരണം കോൺഗ്രസിന്റെ ഭാവി വാഗ്ദാനങ്ങളിൽ ഒരാളാണ് VT ബലറാം. VT ബലറാം തൃത്താലയെ ജയിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. 10-25 പേരുടെ അടിപൊളി ടീമാണ് കോൺഗ്രസിന്റെ എല്ലാം പോകുന്ന അസംബ്ലിയിലേക്ക്. പ്രതിപക്ഷത്താണെങ്കിലും പറഞ്ഞ എവിടെയാണേലും അതിനെ നേരിടാൻ ഒരു പിണറായി വിജയനും പറ്റില്ല. അവരുടെ ശൗര്യം കെടുത്താതിരുന്നാൽ മാത്രം മതി മറ്റു നേതാക്കന്മാർ. അതുപോലത്തെ ടീമാക്കിയില്ലല്ലോ. അങ്ങനെ നമ്മൾ തോൽക്കേണ്ട ആളെയും പറഞ്ഞു, വിജയിക്കേണ്ട ആളെയും ഒരേ സമയത്ത് പറയുകയാണ്. അടുത്തത് താങ്കളുടെ ഒപ്പീനിയനിൽ ആര് ജയിക്കണം, തോൽക്കണം? ആര് ജയിക്കണം എന്നാലോചിച്ചു. ജയിക്കണം എന്ന് പറയുന്നത് നേമത്ത് നമ്മുടെ ശബരിനാഥ് ജയിക്കേണ്ടത് അത്യാവശ്യമാണ്. ശബരിനാഥ് ഒരു മാസ്റ്റർ പീസ് സംഭവമായിട്ട് മാറുകയാണ്. കാരണം അദ്ദേഹം ഇതുവരെയുള്ള അദ്ദേഹത്തിൻ്റെ എല്ലാ കാര്യങ്ങളും എടുത്തു നോക്കുമ്പോൾ മറ്റുള്ള നേതാക്കന്മാരിൽ വ്യത്യസ്തനായ ഒരാളാണ്. ആരെയും ആവശ്യമില്ലാതെ വിമർശിക്കുകയൊന്നും ചെയ്യില്ല, പക്ഷെ അറിയുന്ന കാര്യം കറക്റ്റ് അല്ല. അതിൽ ഏറ്റവും പ്രധാനം ശബരിനാഥ് നിയമം അല്ല. ശബരിനാഥിൻ്റെ കൗൺസിലിലേക്ക് മത്സരിക്കാൻ പറഞ്ഞപ്പോൾ തന്നെ ചെറുതാക്കാണെന്നുള്ള തോന്നൽ പലരും ആ വിഷം കുത്തിവയ്ക്കാൻ നോക്കി. കൗൺസിലിലേക്ക് മത്സരിച്ച് എന്തോ കുറവ് വരുന്ന പോലെ, എനിക്ക് അസംബ്ലി കിടപ്പുണ്ട്, പാർലമെൻറ്റ് കിടപ്പുണ്ട്, എന്തുകൊണ്ട് എന്നെ മാറ്റുന്നു എന്നുള്ള തോന്നൽ. അതിന് പകരം ആ ചലഞ്ച് ഏറ്റെടുത്ത് കൗൺസിലിലേക്ക് മത്സരിച്ച് മാന്യമായി ഒന്നുമില്ല കിടന്ന കോൺഗ്രസിന് 19-20 സീറ്റ് വരെ ഉണ്ടാക്കി കൊടുത്തത് ശബരിനാഥ് മുരളീധരൻ. കോൺഗ്രസും NDA തമ്മിലുള്ള വ്യത്യാസം വളരെ നാറോ മാർജിനിലേക്ക് കൊണ്ടുപോകും. അല്ല, ഇത്രയും അടുത്ത് കുറച്ച് ഒരു 2-ആഴ്ച സമയം കൂടെ കിട്ടിയിരുന്ന സംഭവം കളി മാറി തന്നെ. നമ്മുടെ VV രാജേഷ് ആയിരിക്കില്ലായിരുന്നു അവിടെ ചെയർമാൻ, ശബരിനാഥ് ആയിരുന്നേനെ. 2 ആഴ്ച കൂടെ കിട്ടണമായിരുന്നു, സമയമില്ലാതെ പോയി. അങ്ങനത്തെ വർക്കാണ് നടന്നേ അവിടെ. അപ്പോൾ എന്തായാലും ഇത്രയും ഈ ആളുകൾ ജയിക്കേണ്ടതും തോൽക്കേണ്ടതും നമ്മൾ തോൽക്കേണ്ട കെ മുരളീധരനുണ്ട്. അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞില്ലേ നമ്മളതിനെ മോശക്കാരൻ. വട്ടിയൂർക്കാവിൽ ജയിക്കണം. വട്ടിയൂർക്കാവിൽ കെ മുരളീധരൻ ജയിക്കേണ്ടത്. അല്ലാണ്ട് ഗുരുവായൂർ മുസ്ലിം ലീഗിന്റെ തണലിൽ പോയി ജയിച്ചാൽ മുരളീധരൻ. അദ്ദേഹത്തിന്റെ വ്യക്തിത്വം നന്നായിട്ട് കാണിച്ചുള്ള സ്ഥലം വട്ടിയൂർക്കാവ്. അവിടെ നമ്മുടെ ശ്രീലേഖയാണ് അവിടെ നിൽക്കുന്നത്. ശ്രീലേഖ തോൽക്കണം എന്നുള്ളത് അവര് ഒരു രാഷ്ട്രീയത്തിന് ചേർന്നതല്ല, പോലീസിൽ കള്ളത്തരവും തട്ടിപ്പും മാത്രം നടത്തിയുള്ള ഒരാളാണ്. കവിയൂർ കേസിൽ എനിക്ക് നേരിട്ടറിയാം അവർ തട്ടിപ്പ് നടത്തിയതിൻ്റെ. അതായത് ആ കുട്ടിയുടെ മരണപ്പെട്ട 15 വയസ്സുള്ള പെൺകുട്ടിയാണ്, കവിയൂർ കേസിലെ പെൺകുട്ടിയുടെ, നമ്പൂരി പെൺകുട്ടിയുടെ ശുക്ലസ്രാവവും കിട്ടിയിട്ടും DNA ടെസ്റ്റ് നടത്തിയിരുന്നെങ്കിൽ യഥാർത്ഥ പ്രതിയെ കിട്ടുമായിരുന്നു. അത് ചെയ്യാതെ അത് അട്ടിമറിച്ചു.
ആയിരുന്നെങ്കിൽ കേരളത്തിൽ ഇപ്പോൾ CPM പൊട്ടി തകർന്നു പോയതും 2-3 ആൾക്കാർ ജയിലിൽ കിടക്കുമായിരുന്നു. അല്ല കൂടെ കൊള്ളാവുന്ന നേതാക്കന്മാർ CPM വന്നേനെ. ആ. ഈ കള്ളർ റാസ്കിൽസ് എല്ലാം പോയിട്ട് കൊള്ളാവുന്ന കോടിയേരിയെയും MA ബേബിയെയും രക്ഷിക്കാൻ വേണ്ടി അവർ കാണിച്ച തെമ്മാടിത്തരം. അങ്ങനെ ആയിരുന്നെങ്കിൽ TK ഗോവിന്ദനെ പോലെയും കുഞ്ഞികൃഷ്ണനെ പോലെയും സുരേഷ് ഗോപിയെ പോലെയുള്ള കുറേ നേതാക്കന്മാർ CPIയുടെ ലീഡർഷിപ്പിലേക്ക് വന്നേനെ CPMൻ്റെ. അതിനുള്ള അവസരമില്ല. എന്തായാലും മുരളീധരൻ ഒരു വിജയിക്കേണ്ടത് ആവശ്യമാണ്. അദ്ദേഹം പഴയ മുരളീധരനല്ല, പക്വതയുള്ള, എന്തിനെ നേരിടാൻ തന്നെയുള്ള കുറിക്ക് കൊള്ളുന്ന രൂപത്തിൽ കരുണാകരനെ പോലെ ആഞ്ഞടിക്കാൻ കഴിവുള്ള ഒരു ശക്തനായ ഒരാളാണ്. വേറൊരു കാര്യം കൂടി ഉണ്ട്. ഞാൻ പത്രപ്രവർത്തനം പഠിച്ചതും തുടങ്ങിയതൊക്കെ കരുണാകരനെ ഇൻ്റർവ്യൂ ചെയ്തുകൊണ്ടാണ്. അദ്ദേഹം എന്നോട് 18-ാം വയസ്സിലാണ് അദ്ദേഹത്തെ ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ ശേഷം അദ്ദേഹം പറഞ്ഞെന്താ അറിയോ, ആദ്യം വന്നപ്പോൾ എന്നോട് പറഞ്ഞു ഈ ചെറിയ കുട്ടിയാണ് എന്നെ ഇൻ്റർവ്യൂ ചെയ്യുന്നത് എന്ന് പറഞ്ഞ ആളാണ്. പക്ഷേ ഇൻ്റർവ്യൂ കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു നാളൊരു വലിയ പത്രപ്രവർത്തകനായും തീരും ഉറപ്പും, വിവാദ പത്രപ്രവർത്തകനാണെന്നും കൂടി എന്നോട് പറഞ്ഞത് എൻ്റെ മനസ്സിൽ നിറഞ്ഞേക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മകനാണ് മുരളീധരൻ. എന്തായാലും നമ്മുടെ ഇവരൊക്കെ തന്നെ തോൽക്കേണ്ട ആളുകളിൽ ടോണി ചമ്മണി ഉണ്ട്, രാജേഷ് ഉണ്ട്, ശിവകുമാറിന്റെ പേര് പറയാനുണ്ട്, അരുവിക്കര. എന്താണ് ശിവകുമാർ? ഒറ്റ ഒബ്ജക്ഷൻ ഉള്ളൂ. ഒന്ന് ദേവസ്വം ബോർഡുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നത്തിൽ നിന്ന് എങ്ങനെയോ ഹൈക്കോടതി വിധി ഉണ്ടോ ഇല്ലയോ എന്ന് പോലും അറിയത്തില്ല. അവരുടെ ഭാഗത്ത് ഒന്നും ഉണ്ടായിട്ടില്ല എന്നുള്ള എന്തുകൊണ്ടാണ് ശിവകുമാർ സമുദായത്തെ ഉപയോഗിച്ചു തിരുവനന്തപുരം ജില്ല കോൺഗ്രസ് ഇല്ലാതാക്കിയതിൻ്റെ പ്രധാനപ്പെട്ട കാരണക്കാരൻ ശിവകുമാർ. തിരുവനന്തപുരം ജില്ല എപ്പോൾ എങ്ങനെയാണെങ്കിലും 3-ാം സ്ഥാനത്തേക്ക് കോൺഗ്രസ് ഒന്നും സംഭവിക്കാൻ പാടില്ല. അവിടെ കുറേ ക്ലിക്ക് ഓഫ് ലീഡേഴ്സ് ഉണ്ട്. ഇതിന്റെ പുതിയ അറിവാണ്. മുരളീധരനെ ഇല്ലാതാക്കുന്നതിൽ കളി കളിച്ചത് ആരാ? പത്മജിയുടെ പുതിയ അറിവാണ്. പത്മജിയുടെ വലം കൈയായിരുന്നു ശിവകുമാർ. പത്മജി ഇപ്പോൾ എവിടെ എത്തി? BJP-ലെത്തി. ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞു എനിക്ക് സീറ്റ് കിട്ടിയില്ല, ഞാൻ BJP-ലേക്ക് വന്നു. പത്മജി എവിടെ ഉണ്ട്? അത് ചില ഗ്രൂപ്പ് നേതാക്കന്മാരുടെ സമ്മർദ്ദ ഫലമായിട്ടാണ് നിർത്തിയിരിക്കുന്നത്. കാരണം ജയിച്ചു വന്ന മന്ത്രിയാണ്, ദേവസ്വം മന്ത്രി തന്നെയാണെന്ന് വാശിയും പിടിക്കും. അപ്പോൾ തെളിവ് പോലും നശിപ്പിക്കാം, ഇവരെ സഹായിക്കാം. പക്ഷേ ഏറ്റവും പുതിയ റിപ്പോർട്ട്, ഇന്റലിജൻസ് റിപ്പോർട്ടിൽ 140 സീറ്റിലും വേണമെങ്കിൽ UDF വിജയിക്കാം. കാരണം ഇപ്പോൾ പിണറായിൻ്റെ മുന്നിലിരിക്കുന്ന റിപ്പോർട്ട് പ്രകാരം കേട്ടിട്ടാണ് പിണറായി വിജയൻ നാട്ടിൽ ഇപ്പം പുലി ഇറങ്ങിയെന്ന് പറഞ്ഞ് കഴുതി ഇറങ്ങിയിരിക്കുന്ന പുലിക്ക് പകരം എല്ലായിടത്തും അല്ല അവിടെ, അതായത് ധർമ്മടത്ത് ഇതുവരെ ജനങ്ങളിലേക്ക് എത്തിപ്പെടാത്ത പിണറായി വിജയൻ പ്രകാശ് രാജിനെയും കമലഹാസനെയും മോഹൻലാലിനെയും മഞ്ജു വാര്യരെയും ഒക്കെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് സഹായത്തിന് വിളിക്കേണ്ടി വന്ന പിണറായി വിജയനെ പറ്റി നമ്മൾ എന്നാ പറയാം? അല്ല, മോഹൻലാലിനെ വെച്ചിട്ട് ചിരിക്കാൻ പഠിപ്പിച്ച് ജനങ്ങളെ മുന്നിൽ ചിരിക്കാൻ പഠിപ്പിക്കുമ്പോൾ ഈ ചെന്നായിയുടെ മുഖത്ത് ചിരിച്ചാൽ എങ്ങനെയായിരിക്കും? അതേ രക്തം ഊറ്റി കുടിക്കാനുള്ള ഒരു മനോഭാവമുള്ള ഡ്രാക്കുളയാണ് അദ്ദേഹം എന്ന് ആരാ പറഞ്ഞത്? നിങ്ങൾ മലബാറുകാർക്ക് കുറെ പേർക്ക് പറ്റിയ മുഖ്യമന്ത്രിയാണ്. ഞങ്ങൾക്ക് പറ്റിയ മുഖ്യമന്ത്രിയല്ല, മലബാറുകാരെ ഊറ്റിക്കുടിക്കാൻ വന്ന മുഖ്യമന്ത്രി പറയാൻ പറ്റും. തട്ടിപ്പും വെട്ടിപ്പും മാത്രം അറിയുന്ന, കള്ളം മാത്രം വായി തുറന്ന പറയുന്ന ഇദ്ദേഹം നമ്മളെ നാടിന് അപമാനമാണ്. അദ്ദേഹം തോൽക്കണമെന്ന് നമ്മൾ നേരത്തെ ഞാൻ കഴിഞ്ഞ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും അതുകൊണ്ട് ഇതിൽ പലതും ഒരു കാര്യം കൂടെ പറയാം. ഇതിൽ പലതും മെയ് 4-ാം തീയതി ഉച്ചയ്ക്ക് 10 മണിക്ക് മുമ്പ് സൂര്യൻ്റെ മുകളിൽ 2 പേര് തോൽക്കേണ്ട ആൾക്കാരുണ്ട്. നമ്മളെ ഒരാൾ തോൽക്കേണ്ട K. സുരേന്ദ്രൻ. പിണറായി വിജയനെ ആസനം താങ്ങി നടന്ന് ഈ പിണറായി വിജയന്റെ കേസുകളെല്ലാം, അതായത് നയതന്ത്ര പാക്കേജിന്റെ സ്വർണ്ണക്കള്ളക്കടത്തിന് ആദ്യം വിളിച്ച് പറഞ്ഞ ആളാണ്. പിണറായി വിജയൻ ജയിക്കണം. BJP കേരളത്തിൽ വളരാതിരിക്കുന്നതിന്റെ ഗ്യാരണ്ടി സുരേന്ദ്രനാണ്. ഇപ്പൊ ഈ രീതിയിൽ അത് കറക്റ്റാണ്. കാരണം ഈ പിണറായി വിജയൻ അന്ന് അറസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ, സ്വർണ്ണക്കള്ളക്കടത്ത് അതേപോലെ ലൈഫ് മിഷൻ തട്ടിപ്പിൽ അറസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ, അതേപോലെ സ്വർണ്ണക്കടത്ത് ഇതില്ലേ ഈ കരിമണൽ കേസിൽ അറസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ, അതേപോലെ ഡോളർ കടത്തിൽ അറസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ ഇന്ന് BJP വളർന്നിവിടെ എത്തുമായിരുന്നു. ഇപ്പൊ BJP-യെ തകർത്ത ആള് എന്നുള്ള രൂപത്തിൽ അദ്ദേഹത്തിന് ബോണസ് കൊടുക്കുന്നതായിരിക്കും എന്ന് മാത്രം നമുക്ക് പറഞ്ഞുകൊണ്ട് ഇത് അവസാനിപ്പിക്കാം. ഇനിയും ധാരാളം ആളുകളുണ്ട്, പറഞ്ഞാൽ തീരാത്തത്ര ആളുകളുണ്ട്. നമുക്ക് അടുത്ത എപ്പിസോഡിൽ നമുക്ക് കൂടുതൽ വിവരങ്ങൾ പറയാം. നന്ദി, നമസ്കാരം.